ഈ സൈഡത്തിൽ തന്നെ ജനിച്ചു വളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും അടുത്താണ് വീട്. പിന്നെ 24 hours ഇവിടെ തന്നെ ഉണ്ടാവും. ഈ സൈഡിൽ തന്നെ ഇവിടെ ഇങ്ങനെ നടന്ന് ബീഡിയും സിഗരറ്റൊക്കെ വിൽക്കാൻ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ അന്നൊക്കെ. കാരണം ഈ നമ്മുടെ അവിടെ നിന്ന് കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ ആൾക്കാർ നിൽക്കില്ലേ, അപ്പോൾ ബീഡി സിഗരറ്റ് സോഡൊക്കെ വിൽക്കാൻ നടന്നു പറഞ്ഞാൽ അത് ക്യാമ്പിലൊക്കെ വരുന്നതിന് മുന്നുള്ളൊരു സംഭവമാണ്. അതൊരു മറക്കാൻ പറ്റാത്തൊരു സംഭവം. കാരണം 10-20 രൂപ കിട്ടുകയും ചെയ്യും. അത് വീട്ടിൽ കൊണ്ട് കൊടുക്കുക. അപ്പോളെ വീട്ടിൽ കൊടുക്കുന്നൊരു ഇതുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് അന്നൊക്കെ ഒന്ന് ജോലിയില്ലാത്ത കാരണം അപ്പോൾ അങ്ങനെ കൊണ്ട് കൊടുക്കായിരുന്നു ആ സമയത്ത്. വിഷുവിൻ്റെ ഒന്നാണ് ആ കളി. ഫുള്ള് എന്താ പറയുക, കേരളത്തിലെ എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് മലബാറിലുള്ള എല്ലാ ജനങ്ങളും വന്ന് ഫുൾ സ്റ്റേഡിയം അന്ന് ഫുൾ പാക്കായിരുന്നു. അന്നാണ് ഫസ്റ്റ് കളി ഇതിൻ്റെ ഫെഡറേഷൻ കപ്പിൻ്റെ. അന്ന് ആ ഫസ്റ്റ് കളിക്ക് അന്ന് അമ്മയൊക്കെ വന്ന് കളി കാണാൻ വന്നിരിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ കളി കാണാം. പക്ഷേ എൻ്റെ അച്ഛനെ ഇവിടെ കളി കാണാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യം ചാക്കോൽ ട്രോഫി. അപ്പോൾ ഇത്രയധികം ജനങ്ങളിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ അച്ഛനൊക്കെ, എൻ്റെ അച്ഛനില്ലേ, അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. ആ കളിയിൽ ഫസ്റ്റ് ഗോൾ ഞാൻ അടിച്ചത് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഈ പോസ്റ്റിൽ മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഫെഡറേഷൻ കപ്പിൽ എൻ്റെ തുടക്കം ഒരു ഗോൾ അടിച്ച ഈ പോസ്റ്റിലാണ്. അപ്പോൾ എൻ്റെ ലൈഫ് ഇവിടുന്ന് തന്നെ തുടങ്ങിയത്. കാരണം ആ ഫെഡറേഷൻ കപ്പിൽ ഞാൻ ഇതുവരെ ഇന്ത്യയിൽ ആർക്കും അങ്ങനെ റെക്കോർഡ് ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. 7 കൊല്ലം കണ്ടിന്യൂസ് വിന്നേഴ്സായ ടീമിലുണ്ടായിരുന്ന ആളാണ് ഞാൻ. അതൊരു വലിയ ഭാഗ്യമല്ല. ഇവിടുന്നാണ് എൻ്റെ തുടക്കം. അത് പറഞ്ഞ് ഈ പോസ്റ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല. ഫസ്റ്റ് ഗോളാണ് ഫെഡറേഷൻ കപ്പിൽ. പക്ഷേ ഫസ്റ്റ് ഗോൾ ഇസ് ദ ബെസ്റ്റ് ഗോൾ എന്നല്ല പറയാം. ക്യാമ്പൊക്കെ കഴിഞ്ഞു. അങ്ങനെ 10-23 പേരെ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ വേറെ 2 ചേക്കന്മാരുടെ പേര് പറഞ്ഞു റിസർവാണ്. അപ്പോൾ റിസർവ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അന്നൊക്കെ ഞാൻ ഭയങ്കര പഠിപ്പായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലാവണം റിസർവ് എന്താണ്. ഞാൻ ചെന്ന് ബാഗൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഞാൻ അവിടെ പുറത്ത് കൊല്ലത്താ ഉണ്ടായിരുന്നു ഡിഷ്. അപ്പോൾ ആദ്യമായിട്ട് പോകണമല്ല. അപ്പോൾ അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് പോവാ. അമ്മ ജോലിക്കും പോയി. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് DFL വന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ബാഗൊക്കെ എടുത്തിട്ട് ചെന്നാൽ കണ്ടപ്പോൾ അവർ ചോദിച്ചു എന്ത് ചെയ്യുന്നു ചോദിച്ചു. അല്ല എൻ്റെ പേരില്ലേ റിസർവിൽ, റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അല്ല റിസർവ് എന്ന് പറഞ്ഞാൽ ഈ പുറത്തിരിക്കണ കളിക്കുമ്പോൾ 11 പേരുള്ള പിന്നത്തുള്ള ആൾക്കാരാന്ന് പറഞ്ഞു. അതല്ല മോനെ, റിസർവ് എന്ന് പറഞ്ഞാലേ ആർക്കെങ്കിലും പനിയും തലവേനൊക്കെ വന്നാൽ വരാണ്ടിരിക്കുന്ന കളിക്കാരില്ലേ, അതില്ലാതെ അവർ വരാണ്ടാകുമ്പോൾ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അങ്ങനെ നല്ല സുഖമായിട്ട് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. ഞാൻ ആദ്യമായിട്ട് വിജയനെ കാണുന്നത് ഞാൻ സർവീസിൽ മിലിറ്ററിയിലിരിക്കുന്ന ടൈമിൽ ലീവിന് വന്ന എൻ്റെ ബ്രദറുണ്ട് GV രാജ സ്കൂളിൽ. അപ്പോൾ ബ്രദറിനെ കാണാൻ പോയപ്പോഴാണ് വിജയനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അന്ന് ചേട്ടൻ പറഞ്ഞു ഇതൊരു നാച്ചുറൽ ബോൺ പയ്യനാണ്, ഇവൻ്റെ ചില ക്വാളിറ്റീസ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഈ ബാക്ക് വോളി അടിക്കുന്നതും അങ്ങനെ പല ടാലൻ്റായിട്ടുള്ള പല ക്വാളിറ്റീസും വിജയനിൽ കാണാൻ കഴിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിജയൻ്റെ ഒരു മാച്ച് കാണുന്നത് കാലിക്കട്ട് മലേഷ്യ ടീമിനെ എഗിൻസ്റ്റ് JCT കളിക്കുമ്പോഴാണ്. അന്ന് JCT ട്രോഫി വിൻ ചെയ്യുന്നത് സെയിം വിജയൻ്റെ ഒരു ബാക്ക് വോളി ജീവിതത്തിൽ കേരളത്തിലെ ഫുട്ബോളേഴ്സിന് മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു അത്. അന്നാണ് ഞാൻ വിജയനെ പിന്നെ ഈ ടോപ്പ് പെർഫോമൻസിൽ കാണുന്നത്. വിജയൻ്റെ ബാക്ക് വോളി നമ്മളെ പെലെയൊക്കെ നമുക്ക് പെലയുടെയൊക്കെ അങ്ങനത്തെ ബാക്ക് വോളീസ് നമുക്ക് വേൾഡ് ലെവലിൽ കാണാൻ പറ്റുള്ളൂ. വിജയൻ എന്ന ആ ബാക്ക് വോളി നമുക്ക് എന്നും ഇന്ത്യയിലെ എല്ലാ ഫുട്ബോളേഴ്സിനും ഓർമ്മിപ്പിക്കാവുന്ന ഒരു നിമിഷമായിരുന്നു അത്. ആ ഒരു ഗോളിനാണ് അന്ന് JCT സിസേഴ്സ് കപ്പ് വിൻ ചെയ്യുന്നത്. അപ്പുറത്തായിരുന്നു എൻ്റെ വീട്, എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ അവിടെ ഗവൺമെൻറ് മറ്റേ റോഡിന് വേണ്ടി സ്ഥലം എടുത്തപ്പോൾ വീട് പോയി പിന്നെ ഇവിടെ തന്നെ വന്ന് താമസിച്ചത്. അപ്പോൾ ഇവിടെ മാമൻ്റെ വീടാണ്. അപ്പോൾ ഇപ്പുറത്ത് അമ്മയ്ക്ക് 2 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾ ഫാമിലിയാണ്. കംപ്ലീറ്റ് ഫാമിലി പറഞ്ഞാൽ കസിൻസാണ്, കംപ്ലീറ്റ് ബന്ധുക്കളാണ്. അപ്പോൾ പിന്നെ ഇവിടെയാണ് ഞാൻ ഒരു എന്താ പറയുക 91-ലൊക്കെ ഇവിടുന്ന് 92-ലൊക്കെ ഇവിടുന്ന് പോയത് വേറെ വീടെടുത്തത്. അതുവരെ ഇവിടെ തന്നെയായിരുന്നു ഞാൻ. പിന്നെ ഓലപ്പരയൊക്കെ കെട്ടിയിട്ട് പിന്നെ ഇവിടുന്ന് നടന്നു ഞാൻ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ചാക്കോൾ ട്രോഫിക്ക് കപ്പലിൻ്റെ വിൽക്കാൻ സോഡ വിൽക്കാനൊക്കെ നടന്നു പറഞ്ഞ് ഇവിടുന്നാണ് പോവാറ്. ഞാൻ ക്യാമ്പിലുള്ള സമയത്ത് ഭക്ഷണം വീട്ടിലത്ര സാമ്പത്തികം ഭയങ്കര ബുദ്ധിമുട്ടും പിന്നെ ഭക്ഷണം അങ്ങനെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. സ്കൂൾ വിട്ട് വന്നിട്ട് അവിടെ പോയി കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീട്ടിൽ പോയിട്ട്. കാരണം എന്നിട്ട് അപ്പോൾ എനിക്ക് സാറിന് ഹോട്ടലുണ്ടായിരുന്നു, ത്രിവേണി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ പാർട്ട്ണറായിരുന്നു സാറ്. അപ്പം എന്നെ എന്ന് 3 നേരം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന്, പിന്നെ സ്കൂൾ വിട്ട് വന്ന് ലഞ്ച് അവിടുന്ന്, പിന്നെ വൈകുന്നേരം പ്രാക്ടീസ് കഴിഞ്ഞ് പോകുമ്പോൾ ഡിന്നർ അവിടുന്ന് കഴിച്ചിട്ട് 3 ദിവസം അങ്ങനെ ഒരു 3 കൊല്ലം തുടർച്ചയായിട്ട് സാറ് തന്നെയായിരുന്നു ആ ത്രിവേണി ഹോട്ടലിൽ. സാറ് പാർട്ട്ണറായിരുന്നു അവിടെ. അപ്പോൾ എനിക്ക് അവിടുന്ന് ഫുഡൊക്കെ ശരിയാക്കുന്നത്.
പിന്നെ അതുമല്ല, പിന്നെ കേരള പോലീസിലേക്ക് പോകാനായിട്ട് മെയിൻ ആൾ രാഷൻ സാറാണ്. കാരണം അന്ന് ജോസഫ് സാറായിട്ട് പരിചയം ഉണ്ടായിരുന്നു, ഗോപിനാഥ് സാറായിട്ടും. അപ്പോൾ സാറാണ് ഇവിടെ നിന്നാണ്ട് വിളിച്ച് പറഞ്ഞത്, ഇങ്ങനൊരു ചെക്കനെ വിടുന്നുണ്ട്, വിജയൻ എന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട്. ഏതാണ്ടൊരു 30 കുട്ടികളുടെ ഒരു ഗ്രൂപ്പായിരുന്നു അന്ന് തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ നടത്തിയിരുന്ന ഒരു 3 ഇയർ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിൽ അന്ന് വിജയനും ഒരു ട്രെയിനി ആയിരുന്നു. ആദ്യമൊക്കെ അത്ര പ്രത്യേകം നോട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. 30 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് സ്ഥിരമായിട്ടുള്ള കോച്ചിങ് എല്ലാ ദിവസവും വൈകുന്നേരത്ത് 1.5 മണിക്കൂർ നേരം തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കോച്ചിങ് കൊടുത്തുകൊണ്ടിരുന്നു. ശ്രീമാൻ TK ചാത്തുണ്ണി ആയിരുന്നു അന്നത്തെ കോച്ച്. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകമായി ഓർക്കുന്നത് വിജയനെ അന്നൊരു നോട്ടപ്പുള്ളിയായിട്ട് കണ്ടത്, ഈ പല ഫുട്ബോൾ മാച്ചസൊക്കെ കുട്ടികളെ കാണിക്കുമായിരുന്നു. അങ്ങനെ കാണിക്കുമ്പോൾ അതിൽ വളരെ സുപ്പീരിയർ സ്കിൽസ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കിൽസ് പ്ലെയേഴ്സ് പലരും കളിയുടെ ഇടയ്ക്ക് കാണിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ബാക്ക് സിസർ കട്ട്. ഈ ബാക്ക് സിസർ കട്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചാത്തുണ്ണി ഒരു പ്രാവശ്യം 30 കുട്ടികളെയും ലൈനാക്കി നിർത്തി കോച്ചിങ്ങിനൊക്കെ ശേഷം ചോദിച്ചു. അപ്പോൾ അതിൽ വളരെ നല്ലോണം പെർഫോം ചെയ്യുന്ന പല സ്കിൽസും പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു. ഈ ബാക്ക് സിസർ കട്ട് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരെ കൊണ്ടും ചെയ്യിച്ചു, ഓരോ വരിയായിട്ട് ചെയ്യിച്ചു. പലർക്കും അത് ചെയ്യാൻ പറ്റിയില്ല. അത് അന്ന് ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വിജയനായിരുന്നു. അങ്ങനെയാണ് വിജയനെ ഒരു നോട്ടപ്പുള്ളിയായിട്ട്, 13-14 വയസ്സേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് കുട്ടികളെ ടാലൻറ്റ് സ്കൗട്ടിങ് അല്ലെങ്കിൽ ടാലൻറ്റ് സെർച്ച് എന്നുള്ള നിലയ്ക്ക് വിജയനെ ആദ്യമായിട്ട് നോട്ടപ്പുള്ളിയാക്കിയത് ആ ഒരു ദിവസമായിരുന്നു. പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ സെവൻസാണ് പ്രധാനമായിട്ട്. കുട്ടികൾ കളിക്കാൻ വളരെ ഇപ്പോൾ ഇവരൊക്കെ നല്ല സ്കിൽഡ് പ്ലേയേഴ്സായിരുന്നു. ഈ 30 പേരും നല്ല സ്കിൽഡ് പ്ലേയേഴ്സായിരുന്നു. അപ്പോൾ വലിയവരുടെ കൂടെ കളിക്കാൻ ഈ കുട്ടികളെ റാഞ്ചി കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഞങ്ങളറിയാതെ നമ്മുടെ കോച്ചിങ് ക്യാമ്പ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ കുട്ടികളെ റാഞ്ചി കൊണ്ടുപോയി സെവൻസ് കളിപ്പിച്ചിരുന്നു. അവർക്ക് എന്തെങ്കിലും കാശൊക്കെ അല്ലറ ചില്ലറയൊക്കെ കൊടുത്ത് കൊണ്ടുപോയിരുന്നു. അതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങനെ ഈ കുട്ടികൾ 15 വയസ്സ് കഴിഞ്ഞു, പലരുമൊക്കെ കോളേജിൽ ചേർന്നു. വിജയനും കളി തുടരുകയാണ്. അപ്പോൾ ഒരു 2 കൊല്ലം 15 തൊട്ട് 17 വയസ്സ് വരെയുള്ള കാലം പലരുമൊക്കെ കോളേജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വിജയൻ പഠിത്തത്തിൽ കോളേജിൽ എത്തിയില്ലെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും കേരളവർമ്മ കോളേജ് ടീമിൻ്റെ കൂടെയാണ് കളിച്ചത്. ഇതാണ് എൻ്റെ സ്ഥലം, പറഞ്ഞില്ലേ, കോളിത്തുംപാടം ജനിച്ചു വളർന്ന സ്ഥലം, ഞങ്ങളുടെ തട്ടക്കണത്. ഇതൊക്കെ തന്നെ ചേട്ടനനിയൻ്റെ മക്കളാണ് എല്ലാവരും. പരിചയപ്പെടുത്തുന്ന കാര്യമില്ല, ഒക്കെ ചേട്ടനനിയൻ്റെയും മാമൻ്റെ മക്കളാണ്. അപ്പോൾ പിന്നെ നമ്മൾ കോളേജിൽ പോയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വിജയനും വളരെ ചെറുപ്പം മുതലേ കളിച്ച് പരിചയമൊക്കെയുള്ളതാണ്. ഇവിടെയാണ് ഞാൻ കളിക്കാൻ വരാറ്. എൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ്. ഞാൻ ഇങ്ങനെ കേരള ഓർമ്മയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചില്ല, ഞാൻ ആ ഭാഗത്ത് പോയിട്ടുണ്ട്. വിജയ ഇടയ്ക്ക് സന്ദർശനം നടത്താറുണ്ട് അവിടെ. നല്ല കുട്ടികളൊക്കെ ഉള്ള കാരണം ഞങ്ങളെ കാണാനല്ല വരുന്നത്, അതിനന്ന് പോലെ ആരാധികമാരുടെ ഇഷ്ടം പോലെ അവിടെ. അപ്പോൾ അവരെ കാണാൻ വരും. ചുള്ളനാണ് ഞാനേ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ ചുറ്റും കൂടും. അപ്പോൾ നമുക്കും ഒരു ഷൈൻ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു രഹസ്യ സംഭാഷണത്തിനായിട്ട് ഇവനും ഒരു കുട്ടിയും കൂടി കോണിയുടെ ചോട്ടിൽ പോയി. കേരളർമ്മയുടെ മെയിൻ ബിൽഡിങ്ങിന്റെ കോണിച്ചോട്ടിലൊന്ന് സംസാരിക്കായിരുന്നു. അന്ന് പ്രിൻസിപ്പാള് ഓടിച്ചിട്ട് പിടിച്ചു. ഞാൻ വിജയനും കൂടി ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ആ കുട്ടീനെ പിടിച്ചു നിർത്തി അവിടെ. അപ്പൊ ഞങ്ങളെ വിളിപ്പിച്ചു. നോക്കിയപ്പോൾ വിജയനാണ്. അപ്പോൾ പ്രിൻസിപ്പാള് ഞെട്ടിപ്പോയി. ഞങ്ങളുടെ കോളേജിൽ വിജയനൊക്കെ വരുന്നുണ്ടോ? ഫുട്ബോളിനൊക്കെ അതൊരു എന്താ പറയുക, വലിയൊരു നേട്ടമായിരിക്കും. വിജയനിടയ്ക്ക് വന്ന് കളിക്കാരനൊക്കെ ഒന്ന് ഇൻസ്പിറേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. കൈ കൊടുത്ത് വിടുകയാണ് ഉണ്ടായത്. പിന്നെ അന്ന് കോളേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോളേജിൽ പഠിച്ചില്ല, പക്ഷേ ഞാൻ കേരളമ്മയ്ക്ക് വേണ്ടി കണ്ടംകുളത്ത് കളിച്ചിട്ടുണ്ട്. ബാബു കളിച്ചില്ല? ബാബ രണ്ടുപേരും, നീ 6ാം ക്ലാസ്സും ഞാൻ 8ാം ക്ലാസ്സും അല്ല. ചേട്ടനും മാമൻ്റെ മോനായിട്ടാ. 8ാം ക്ലാസ്സും നീ എത്ര? എവിടെ പഠിച്ചിട്ട്? 6ാം ക്ലാസ്സും ഞാൻ 8ാം ക്ലാസ്സും. ഞങ്ങൾ രണ്ടുപേരും കണ്ടംകുളത്ത് കളിച്ചിട്ടുണ്ട്. കേരളമ്മ കോളേജിൽ പഠിക്കുന്ന എനിക്ക് മാത്രം കളിക്കുള്ളതാണ്. പക്ഷെ ഞങ്ങൾ അന്ന് അവിടെ കളിച്ചു, അവിടെ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ സെവൻസ് കളിക്കാൻ ഇഷ്ടംപോലെ സംഭവങ്ങളല്ലേ, സംഭവ ബഹലമാണ് കാര്യങ്ങളെല്ലാം. ഇത് മോള് അർച്ചന, മൂത്ത കുട്ടിയാണ്. അത് ആരോമില്. എൻ്റെ അമ്മ
അമ്മനെ കുറിച്ച് പറയാൻ വെച്ചാൽ കുറേ ഉണ്ട്. അതെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു. ഒരു 12 വയസ്സുള്ള അച്ഛൻ മരിച്ചു. പിന്നെ കംപ്ലീറ്റ് അമ്മ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുപ്പിപ്പാട്ട കടലാസൊക്കെ അവൾ വീട്ടുകളിൽ നിന്ന് പോയിട്ട് മേടിച്ച് കൊണ്ടുവന്നിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കലാണ്. 10-20 രൂപ 20-30 രൂപ ലാഭം കിട്ടും. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് പോയാൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മറ്റേ സോഡ വെക്കാൻ നിന്ന് പിന്നെ ആ പൈസ കിട്ടുന്ന അപ്പോൾ ഞാൻ വരെ കൊണ്ട് കൊടുക്കാറ് ഇല്ലമ്മ. അങ്ങനെ തന്നെ അതിനകത്തൊരു ചെറുപ്പത്തിനാല് തന്നെ ബുദ്ധിമുട്ടിൻ്റെ കളിക്കാൻ തന്നെ പോവും. സ്കൂളിൽ പോക്ക് ഇതിൽ കുറവാണ്. എന്നാലും പറഞ്ഞയക്കും ഞാൻ. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയാണ്ട് പറ്റില്ലല്ലോ. പിന്നെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. 10-24 കൊല്ലമായില്ല അച്ഛൻ മരിച്ചിട്ട്. അപ്പം പിന്നെ അവരെ കൊണ്ട് ഇങ്ങനെങ്കിലും ആക്കി കൊണ്ടുവരണ്ടേ. അപ്പം നമുക്കൊരാളുടെ സഹായമൊന്നുമില്ലേ. അച്ഛൻ്റെ വീട്ടിലില്ല, അമ്മയുടെ വീട്ടിലുമില്ല. അപ്പം അതുകൊണ്ടൊക്കെ അങ്ങോട്ട് ജീവിതങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയി. അങ്ങനെ പിന്നെ ഇപ്പോൾ ഇങ്ങനെ കളിയിൽ പോയി ഇങ്ങനെ ആയിപ്പിനെ പിന്നെ എന്നെ ഒരിക്കലും പറഞ്ഞയച്ചില്ല. MBBS പഠിക്കാൻ പോയാൽ മതി പറഞ്ഞില്ലമ്മ, ഡോക്ടറായനാ. അപ്പോൾ പിന്നെ ഒരിക്കലും ഞാൻ പോയിട്ടില്ല. പിന്നെ എന്നെ ഇരിപ്പ് തന്നെ ഇവിടെ ഇരുന്ന കാരണം കൊണ്ട് പെട്ടായി സൂക്കടുണ്ട് സൂക്കടായി. ഇന്ന് ആസ്പത്രിയിൽ കയറില്ല പണി എന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നടന്നാൽ മതി. അങ്ങനെ 2 മക്കളെ വളർത്തി കൊണ്ടുണ്ടേ. അവൻ BA വരയ്ക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ജോലിയൊന്നും ആയിട്ടില്ല, അത് കിട്ടിയിട്ടില്ല. ആരോമില്ല എന്തെങ്കിലും പറയണ്ട. ആരമ്മൽ എന്തിട്ട് പറയേ കൈയെടുക്കറാ ഇതേ പറയേ കൈയെടുക്കും പോന്ന്. ഇതാരാ? ആരമ്മ? എങ്ങനെ അമ്മ? അമ്മമ്മ അമൃതാനന്ദമയീ അമ്മേ അമൃതാനന്ദമയീ. കരയും മക്കളെ കണ്ണീർ കണ്ടാൽ കലരറിയുന്നവളെ, കനിമാൻ പാലു കൊടുത്തു തലോടും കരുണാമയി